അവതരിപ്പിക്കുന്നു പെപ്സോണം പൊന്നോണം ഓഫർ. പെപ്സ് ദി ഡ്രീം മേക്കേഴ്സ്. അതായത് 90% ആൾക്കാരും ഇതേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരു അസുഖം വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ പ്രിവെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ MBBS പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഞാൻ പഠിപ്പിക്കും. എൻ്റെ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും വരെ ഞാൻ പഠിപ്പിക്കും. UAയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് 110 ഡോക്ടർമാരുണ്ട്. അവിടുത്തെ എമർജൻസി ഷിഫ്റ്റ് ക്യാപ്റ്റനാണ്. മലയാളിയായിട്ട് ഞാൻ ഒരൊറ്റ ആളാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ എമർജൻസി റൂം കൊണ്ടുവന്നത് ഞങ്ങളാണ്. അപ്പം ഞാനാണ് അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. റെയിൽവേ ആയിട്ട് പോയി ഡിസ്കഷൻ എടുക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ ആദ്യത്തെ എമർജൻസി റൂം കൊണ്ടുപോകും. കേരളത്തിലെ ആദ്യത്തെ ബൈക്ക് ആംബുലൻസ് വിത്ത് KED AED ഫെസിലിറ്റി കൊണ്ടുവന്ന് ഞാൻ അത് ഫഹദാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. നമ്മുടെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രണ്ട് സൂപ്പർ സ്റ്റാർസിന്റെ കസിൻ ആണ് അല്ലെ, നസ്രിയുടെ കസിൻ ആണ്. ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 4ാമത്തെ വീഡിയോ എന്തോ ആയ സമയത്താണ് നസ്രിയ വീട്ടിൽ വന്നിരുന്നത്. അപ്പോൾ നസ്രിയ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നസ്രിയ ഒരു വീഡിയോ എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫഹദിനെ കാണുന്ന സമയത്ത് എപ്പോഴും പറയും നല്ല വീഡിയോസ് ആണ്, കാണാറുണ്ട്. ഡോക്ടറാണെന്ന് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ. ഡോക്ടറാണ് ഇപ്പൊ കണ്ടാ പ്രായം തോന്നാത്തതുകൊണ്ട് ആൾക്കാർ ചോദിക്കും ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവൻ ആരാ എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് കല്യാണം ആലോചിക്കാൻ അങ്ങനെ വരെ ആൾക്കാരുണ്ട്. 10 വർഷമായി. ശരിക്കും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മളുടെ ഓഡിയൻസ് ചോദിക്കാൻ പറഞ്ഞു തന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഡോക്ടറിനെ സംബന്ധിച്ചോളം ഇപ്പൊ ഇത്രയും വലിയ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഡോക്ടേഴ്സ് ആണ്. വലിയ മെയിൻ ഒരു ഹോസ്പിറ്റൽസിലെ ഏറ്റവും ചീഫ് അല്ലെങ്കിൽ കീ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നവരാണ്. അപ്പം ഡെഫിനറ്റ്ലി വെൻ യു കെയിം ഇൻ ടു ദിസ് വ്ളോഗിങ് ഉറപ്പായും ഒരു മണി എന്നുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കില്ല ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്തല്ലേ. ചിലപ്പോൾ ഫെയിം അതിൻ്റെ ഒരു ആസ്പെക്ട് ആവാം, എനിക്കറിയില്ല. ഐ ആം ആസ്കിങ് യു ദാറ്റ്. അപ്പം ശരിക്കും എന്തായിരുന്നു, വൈ ഡിഡ് യു വാണ്ട് ടു സ്റ്റാർട്ട് ദിസ്? അതൊരു ഇതും ഈ ഒരു എഡ്യൂക്കേഷൻ അത് തന്നെ ആയിരുന്നു, ഈ എഡ്യൂക്കേഷൻ ആളുകളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് തന്നെ ആയിരുന്നു ഒരു മെയിൻ എലമെന്റ് എന്ന് പറയുന്നത്? ഞാൻ ആദ്യം അമൃതയിലായിരുന്നു. ഒരു 2 years അവിടെ ആയതിനു ശേഷമാണ് ഞാൻ PRSൽ ജോയിൻ ചെയ്തത്. PRSൽ വന്നതിന് ശേഷം ഹെഡായി ഒരു 7-8 വർഷം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിനെ കുഴഞ്ഞു വരുന്ന സമയത്തോ അല്ലെങ്കിൽ പാമ്പ് കടിച്ച് വരുന്ന സമയത്തൊന്നും ഇവർക്ക് പലർക്കും ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിയില്ല. അതായത് പലതും ആ 50 minutesൽ ചെയ്യേണ്ട കാര്യങ്ങൾ പല ആളുകളും ചെയ്യാറില്ല. അപ്പോൾ അത് കാരണം ഈ പേഷ്യന്റ് കോംപ്ലിക്കേറ്റഡ് ആകാറുണ്ട്. അപ്പം ശരിക്കും പത്തറ്റിക് സിറ്റുവേഷൻ തോന്നിയിട്ടുണ്ട്. കാരണം 15 മിനിറ്റിൽ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താവുന്ന പല ജീവനുകളും നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറേ വീഡിയോസ് ആ സമയത്ത് 2019 ഈ 18 ആ സമയത്ത് കോവിഡിനൊക്കെ മുമ്പ് ചെയ്തു തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ വിഴിഞ്ഞം തീരദേശ സ്ഥലങ്ങളിലൊക്കെ പോയി പഠിപ്പിക്കുകയുണ്ടായി. ടെക്നോ പാർക്കിൽ പല സ്ഥലങ്ങളിലും പോയി 50,000 ആളുകൾ ഒറ്റയടിക്ക് CPR പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര എനിക്കൊന്നും ആ സമയത്ത് ഒരു അവാർഡൊക്കെ കിട്ടിയായിരുന്നു. ആ സമയത്ത് ഇത്ര 50,000 ആൾക്കാരെ പഠിപ്പിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഒരു ജനറൽ അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോണിറ്റൈസേഷൻ ഞാൻ ഓൺ ആക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞ സമയത്താണ് മോണിറ്റൈസേഷൻ. അപ്പം ആ ഒരു റവന്യൂ ആസ്പെക്റ്റേ ഇല്ലായിരുന്നു. അതിനുശേഷം മോണിറ്റൈസേഷൻ വന്നതിന് ശേഷം പോലും ആദ്യം വന്ന ഒരു 2 വർഷത്തെ ഫുൾ മണി നമ്മൾ ഡൊണേറ്റ് ചെയ്തു ആൾക്കാർ. പലർക്കും അറിയാത്ത കാര്യമാണ്. അതിന് മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് കുറേ പോയി. കാരണം കോവിഡിൻ്റെ സമയത്ത് നമ്മളൊരു 14ഓളം ഡോക്ടർമാരെ ഓൺലൈനായിട്ട് ഇരുത്തുകയും പിന്നെ 4 സ്റ്റാഫിനെ ഞാൻ സ്റ്റാഫായിട്ട് നിർത്തി. ചോദ്യങ്ങൾ വരുന്നത് ദിവസം 2000 ചോദ്യങ്ങൾ ഒരു ദിവസം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് കോവിഡും അതുപോലെ പലയിടത്തു നിന്നും ഫോർ എക്സാമ്പിൾ UAE നിന്നും ഖത്തർ പോലുള്ള സ്ഥലങ്ങളിലൊന്നും അവർക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും കോവിഡ് വന്ന സമയത്തൊക്കെ ഇവർക്ക് ആൻസർ കിട്ടാത്തതും ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവരുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. പിന്നെ ഏറ്റവും അവസാനമായപ്പോഴത്തേക്കാണ് എനിക്ക് ഫൈനാൻഷ്യലി നമുക്ക് മെയിൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എത്തിയപ്പോൾ മാത്രം സ്റ്റോപ്പ് ചെയ്തു ഈ ഒരു പ്രോസസ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലർക്കും ഈവൻ ഹോസ്പിറ്റൽസിൽ പോലും പലർക്കും അറിയില്ല എന്ന് പറഞ്ഞു പല കാര്യങ്ങളും. അത് ശരിക്കും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു ഫോൾട്ട് ആണെന്ന് പറയാം. കാരണം നമുക്ക് ഞാൻ UK ട്രെയിൻഡ് ആണ്. അപ്പൊ UK നമുക്ക് ഏതൊരു കുട്ടിയാണെങ്കിലും നമ്മൾ ഒരു 8ാം ക്ലാസ് ആകുമ്പോൾ തന്നെ അവർക്ക് എല്ലാ ഫസ്റ്റ് എയ്ഡ് എമർജൻസീസ് ക്ലിയർ ആയിട്ട് അറിയാം. അവിടെ ഒരു പേഷ്യന്റ് കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഒരു പാമ്പല്ല പോട്ടെ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ നമുക്കത് അറിയില്ല. ഇപ്പോഴും ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ക്യാമറ എടുത്ത് അവിടെ പോവുക, വെള്ളം കൊടുക്കുകയാണ് ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം ഫിറ്റ്സ് വന്നാൽ കീ കൊടുക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനൊന്നും ശാസ്ത്രീയമായ തെളിവുകളില്ലാത്തതാണ്. ഒരു തെളിവുകളില്ലാതെ ഒട്ടും എഫക്റ്റീവ് അല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഈ പൊതുവെ ചാനൽസ് ഇപ്പൊ റൈസയും ഡോക്ടറാണ്, പഠിപ്പിക്കുന്നതിൽ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അധികം നമ്മൾ ഈ ചാനലിലേക്ക് അങ്ങനെ കാണാറില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് റൈസയുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ അങ്ങനെ അധികം കാണാത്തത്? എനിക്കൊരു ഡോക്ടർ ഡി എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് ചാനലായിരുന്നു.
കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിയിൽ എനിക്കൊന്ന് 9th വെഡിങ് ആനിവേഴ്സറി ഞാൻ പറഞ്ഞ എന്റെ വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ആ ചാനൽ അങ്ങ് കൊടുത്തു. ഡോക്ടർ റൈസ ഷുക്കൂർ എന്ന് പറഞ്ഞു. ഇതുവരെ ഒരു വീഡിയോ പോലും വന്നിട്ടില്ല. ബിഹൈൻഡ് ദ സ്ക്രീൻ കുറെ കാര്യങ്ങൾ വേണ്ടേ? സംബഡി ഷുഡ് ബി ദേർ ബിഹൈൻഡ് ദ സ്ക്രീൻ. അതുകൊണ്ടാണ് മറ്റേ വിമൻ ബിഹൈൻഡ് യെസ് എക്സാക്ട്ലി അതാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു മെഡിക്കൽ ഇൻഫ്ലുവൻസർ എന്നതിലുപരി ഡോക്ടർ ഡാനിഷ് ഒരു ഹെൽത്ത് ഇൻഫ്ലുവൻസർ കൂടിയാണ്. നമ്മളുടെ ആളുകൾ അങ്ങനെ നോക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്ത് അഡ്വൈസസ് കിട്ടാൻ വേണ്ടി നോക്കുന്ന ഒരാളാണ്. അപ്പം ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ കൂടുതലായിട്ട് വിമർശിക്കപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ദർ ഈസ് എ ടെൻഡൻസി ടു ക്രിട്ടിസൈസ്. അപ്പം അത് എത്രത്തോളം അതൊരു കൂടുതലായിട്ട് ഭയങ്കര കോഷ്യസ് ആവുന്നുണ്ട് ഓരോ വാക്കുകളിൽ അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികളിലും ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ബോധറിഷൻ വരുന്നുണ്ടോ? അതായത് ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ എനിക്ക് 4.5 വർഷമായി കാണും ഞാൻ ഈ എൻ്റെ ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിന് മുമ്പ് എനിക്ക് പല ഇന്റർവ്യൂസും TVS തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നല്ലോണം റീച്ച് വന്നുകൊണ്ടായിരിക്കാം ഞാൻ തുടങ്ങി. എനിക്കറിയില്ല എന്നാ തുടങ്ങിയെന്നോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ വരും നെഗറ്റീവ് ചിലതൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നോക്കാറുമില്ല കമന്റ്സ്. ഇപ്പൊ കോവിഡിന്റെ സമയത്തൊക്കെ ഓരോ കമന്റ്സും വായിച്ച് ഞാൻ തന്നെ റിപ്ലൈ കൊടുക്കുമായിരുന്നു. കാരണം ഫാമിലി അബുദാബിയിലും ഞാൻ ഇന്ത്യയിലുമായിരുന്നു. അപ്പൊ ഞാൻ ഫുൾ ടൈം ഫ്രീ ആയിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ആളുകൾക്കും ഫുൾ ടൈം ഇരുന്ന് റിപ്ലൈ കൊടുക്കുമായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് ഫാമിലി ലൈഫ് കിട്ടാതായെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റാഫിനെ അതിന് ഇൻവോൾവ് ചെയ്തത്. ഇപ്പൊ റിപ്ലൈയും ഇല്ല, കാരണം മെഡിക്കൽ ആയതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തെറ്റിപ്പോയാൽ പ്രശ്നമായതുകൊണ്ട് അവർക്കെല്ലാം നോളജ് ഉള്ള നഴ്സുമാരാണ്, പക്ഷെ എന്നാലും കൊടുക്കണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് ലാസ്റ്റ് 1 year ആയിട്ട് ആർക്കും റിപ്ലൈ കൊടുക്കുന്നില്ല. നെഗറ്റീവ് കമന്റ്സ് വളരെ കുറവാണ് നമുക്ക് വരുന്നത്. പിന്നെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട്. പിന്നെ വല്ല ചിലപ്പം നാക്കി എന്നൊക്കെ വരുന്ന തെറ്റ്, ഇപ്പം 600 milligrams 600 ml എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെറിയ തെറ്റുകളാണ്, ആൾക്കാർ ക്ഷമിച്ചു പോകും. ഈ പൊതുവെ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മള് കേരളീയസ്, ഞാനൊക്കെ അതിലെ മെയിൻ ആളാണ്. അത് നമുക്ക് എല്ലാത്തിനും ഒരു ഷോർട്ട് കട്ട് വേണമല്ലോ, കുറുക്ക് വഴിയാണ് ഞങ്ങൾക്ക് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസിന്റെ കാര്യത്തിൽ വരുമ്പോ അപ്പൊ അങ്ങനെ കുറുക്ക് വഴികൾ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്, ഒത്തിരി, ധാരാളം. നമ്മൾ ആക്ച്വലി പുറത്തിറങ്ങുന്ന സമയത്ത് ധാരാളമാണ്. പ്രത്യേകിച്ചും അബുദാബിയിലും ദുബായിലും ഇറങ്ങുന്ന സമയത്ത് ആളുകൾ വന്ന് സ്ഥിരമായിട്ട് ചോദിക്കും. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ പോത്തീസിലും കല്യാണിലും പോയി. അവിടെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല, കാരണം അവർ മെഡിക്കൽ റിപ്പോർട്ട്സ് തന്നെ കൊണ്ടുവന്ന് കുറെ പേര്. ഞാൻ പിന്നെ എല്ലാ റിപ്പോർട്ട്സും ഇവളുൾപ്പെടെ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. കയ്യിലുണ്ടായിരുന്നു പോകുന്ന അറിയാതെ തന്നെ. എനിക്ക് അവരുടെ ബൈക്കിൽ അവരെ ഇരുന്നായിരിക്കും എല്ലാരും കൊണ്ടുവന്ന് അതെല്ലാം ഡിസ്കസ് ചെയ്യും. എനിക്ക് 1.5 മണിക്കൂർ മോളും പോസ്റ്റ് ആയി. പല കാര്യങ്ങളും ഡിലേ ആയി പോവില്ലേ? അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാറില്ല. വളരെ കുറച്ചാണ്, മിക്കവാറും ഓൺലൈനാണ് ഓർഡർ ചെയ്യുന്നത്. പിന്നെ വലിയ കുഴപ്പമില്ല, രാത്രികളിൽ പോകും, രാത്രി സ്ഥലങ്ങളിൽ പോകും. ഒരു ശരിക്കും സെലിബ്രിറ്റി ലൈഫാണ്. അല്ല, അങ്ങനെ പറയരുത്, ഒട്ടും ഇല്ലാത്തതാണ്, അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. തിരിച്ചറിയാറുണ്ട് റൈസയും ദുബായിനെയൊക്കെ ആളുകൾ തിരിച്ചറിയാറുണ്ടോ? ഞാൻ അങ്ങനെ ദുബായ് അറിയാം, ദുബായ് ഒരുപാട് പേർക്ക്. ഓക്കെ, അപ്പം പറഞ്ഞു നമുക്ക് ശരിക്കും ഈ വ്ളോഗിങ്ങിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ശരിക്കും പറഞ്ഞ ആളുകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ അവർക്ക് കുറച്ചുകൂടെ അവരെ എംപവർ ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലാണെന്ന് പറഞ്ഞു. അപ്പം ഇതല്ലാണ്ട് വാട്ട് അതർ തിങ്സ് ആർ യു ഡൂയിങ്? നമുക്കറിയാം ഒരുപാട് മനസ്സിലാക്കുന്നിടത്തോളം വളരെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. സോ ആ ഒരു ഫ്രോണ്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പലർക്കും അറിയായിരിക്കും, ഞാനിപ്പം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ എമർജൻസി റൂം കൊണ്ടുവന്നത് ഞങ്ങളാണ്. അപ്പൊ ഞാനാണ് അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. റെയിൽവേ ആയിട്ട് പോയി ഡിസ്കഷൻ എടുക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ ആദ്യത്തെ എമർജൻസി റൂം കൊണ്ടുപോകും. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ബൈക്ക് ആംബുലൻസ് വിത്ത് KED AED ഫെസിലിറ്റി കൊണ്ടുവന്ന് ഞാൻ, അത് ഫഹദാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അത് നല്ലവണ്ണം പോയി. ആക്ച്വലി എവിടെ എത്താത്ത സ്ഥലത്ത് ബൈക്ക് പോയി ട്രീറ്റ്മെന്റ് എടുക്കുക, ട്രെയിനിങ് എടുത്ത ആള്. പിന്നെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, 100 മെഡിസിൻസും 100 എക്യുപ്മെന്റ്സും വെക്കാനുള്ള 100 ചെറിയ ചെറിയ സാധനം, ഇപ്പൊ ഗോസ്, ഡ്രസ്സിങ്ങിനുള്ള സിസേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ 100 മെഡിസിൻ ഉള്ള ഒരു കിറ്റ് ഞാൻ ഡിസൈൻ ചെയ്തു. അത് കിംസ്, നിംസ് ഹോസ്പിറ്റൽ, പിന്നെ ബാംഗ്ലൂരുള്ള പല ഹോസ്പിറ്റലിൽ എന്റെ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്റെ പേര് ഡോക്ടർ ഡാനിഷ് എമർജൻസി കിറ്റ് എന്നാണ് പേര്. അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ ഞാൻ ഓൾറെഡി വന്നപ്പം അക്സെപ്റ്റ് ചെയ്ത് വളരെ പെട്ടെന്ന്. കാരണം ഓൾറെഡി അവർക്ക് അറിയായിരുന്നു, പല പത്രത്തിനും എനിക്ക് മനോരമയൊക്കെ സ്ഥിരമായിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വന്നു. ഈ കിറ്റ് വളരെ ഫേമസ് ആണ്, കിറ്റ് പല ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവര് ബൈക്കിൽ അവരെ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കേരള പോലീസുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ എൻ്റെ കമ്പനിയാണ് ഡിസൈൻ ചെയ്തത്. ഡോക്ടർ ഡാനിഷ് ഇന്നോവേഷൻ എന്നാണ് കമ്പനിയുടെ പേര്, ചെറിയൊരു കമ്പനി. അപ്പോൾ അവരാണ് അത് ഉണ്ടാക്കി കൊടുത്തത്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രിയാണ് അത് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ അകത്ത് ആ ഒരു സിസ്റ്റത്തിൽ ഏതൊക്കെ ആംബുലൻസ് കേരളത്തിൽ ആക്റ്റീവായിട്ടുണ്ടെന്ന് ഇപ്പം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, പോലീസിൽ ഒരു കോൾ വന്നാൽ
ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അവർ അറിയുന്നത് എവിടെയാണ് ആംബുലൻസ് ഉണ്ടെന്നുള്ളത്. ട്രോമ റെസ്ക്യൂ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് കേരള പോലീസും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ചെയ്തതാണ്. അപ്പോൾ അത് ഇപ്പോൾ 4-5 വർഷമായി. അപ്പോൾ അത് 1800 ആംബുലൻസ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഇത് പലതും വിട്ടുപോയി. നമുക്ക് കറക്റ്റ് എവിടെയാണ് ആംബുലൻസ് കിടക്കുന്നത് അറിയാൻ പറ്റും. അപ്പം പെട്ടെന്ന് നമുക്ക് ഏത് ആംബുലൻസിനെ വിളിക്കണമെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ബഹ്റൈനിലും ഇത് ചെയ്തു. അപ്പോൾ ഇതൊരു കൺസെപ്റ്റാണ്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കാറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു OBS ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമുക്ക് ഒരു അലേർട്ട് പോകും മൊബൈലിൽ. ഇപ്പോൾ ഉണ്ടല്ലോ പല കാറിലും BMW ബെൻസിലൊക്കെ ഉണ്ട് വരും. ഞാൻ 2013 ഈ ഒരു സാധനം ഡിസൈൻ ചെയ്ത് പിന്നെ ഇതുണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്, പേറ്റന്റ് കിട്ടിയില്ല. പേറ്റന്റ് ഞാൻ സിംഗപ്പൂരിലാണ് കൊടുത്തത്, പക്ഷെ അത് കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ ഡിവൈസിൽ OBS ഡിവൈസ് ആണ്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് അലേർട്ട് കിട്ടും. 5 മൊബൈലിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡിവൈസ് ഉണ്ടെങ്കിൽ അവിടെയും കിട്ടും. ഇതൊക്കെ ആക്ച്വലി എനിക്ക് ഇവിടെ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ജയ്പൂരിൽ വെച്ച് എനിക്ക് ബെസ്റ്റ് ഇന്നോവേറ്റർ ഇൻ ഇന്ത്യ അവാർഡ് കിട്ടിയായിരുന്നു. അപ്പൊ ഇതൊക്കെ പത്രത്തിൽ സ്ഥിരമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ചാനലിൽ ഒരു വന്ന സമയത്ത് ഇപ്പൊ പല ആളുകളും ചോദിക്കാറുണ്ട് ഡോക്ടേഴ്സിന് എന്തുകൊണ്ട് റീച്ച് കിട്ടുന്നില്ല എന്നുള്ളത്. അതൊരു കോൺസെപ്റ്റ്. അപ്പൊ ആൾക്കാർക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ളതുകൊണ്ടാവാം പെട്ടെന്ന് അക്സെപ്റ്റ് ആവാൻ ഒരു കാര്യമാകാം. അപ്പൊ ഇത് കുറെ കാര്യങ്ങൾ ചെയ്തു. അതിനകത്ത് മസ്ദാർ യൂണിവേഴ്സിറ്റി നമ്മുടെ 10,000 പീസ് വാങ്ങിച്ചു. അങ്ങനെയാണ് ഞാൻ ഫൈനാൻഷ്യൽ ബേർഡൻ, കാരണം ഓരോ സാധനം ഉണ്ടാക്കിയപ്പോൾ ഒരു 2.5 lakhs ഒരെണ്ണം കത്തിപ്പോയാൽ 2 ലക്ഷം രൂപ നഷ്ടം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-15 ഡിവൈസ് കത്തിപ്പോയി. അപ്പൊ അതൊക്കെ വലിയ പാടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ആക്ച്വലി ഫാമിലിയൊക്കെ വലിയ പ്രശ്നമായിരുന്നു. കാരണം ഉണ്ടാക്കുന്ന പൈസ മൊത്തം ഈ ഇന്നോവേഷൻസിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അവർ മസ്ദാർ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചൊന്ന് ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇതിന്റെ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ചോദിച്ചോളൂ, നമുക്കിപ്പോ ആളുകൾക്ക് കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വേറെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഒരു പ്രശ്നമില്ലാണ്ട് ഡോക്ടറിനെ കാണുമ്പോൾ. പക്ഷെ ഇപ്പോഴും നമ്മളുടെ നാട്ടിലെ ഒരു ടാബോ അല്ലെങ്കിൽ അധികം ആളുകൾ ഓപ്പൺലി ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണല്ലോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോഴും മെന്റൽ ഹെൽത്തിന് അത് എന്തിനാ ഡോക്ടറിനെ പോകേണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്ന് വരെ പറയുന്നത്, അല്ലെങ്കിൽ ഓക്കെ പ്രാർത്ഥന ഇറ്റ് ഹാസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അതെല്ലാം എന്നല്ല പറയുന്നത്. അങ്ങനത്തെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു വാല്യൂ ഇവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ വരാൻ വേണ്ടി വാട്ട് ക്യാൻ ബി ഡൺ അങ്ങനെ തോന്നാറുണ്ടോ? അതായത് എന്റെ ഫീൽഡ് എമർജൻസി മെഡിസിൻ ആണ്. പക്ഷെ ഞാൻ ആണെങ്കിൽ പോലും കൂടുതലും നമ്മുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ഫിസിക്കൽ മാത്രമല്ല, മെന്റൽ ഹെൽത്ത് വെൽബീയിങ് കൂടെ ചേരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത്, ഹോളിസ്റ്റിക് ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഹെൽത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാറുള്ളൂ. പക്ഷെ പല ആളുകൾക്കും മെന്റലി ഡിപ്രസ്ഡ് ആണ്. അപ്പൊ എൻ്റെ ചാനലിലൂടെയും അതുപോലെ ഞാൻ കൊടുക്കുന്ന ടോക്കിലും കൂടുതലും ഇതും കൂടെ കവർ ചെയ്ത രീതിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ ഡോക്ടർ റൈസം മാനേജ് ചെയ്യുന്ന ഒരു പേജ് അല്ല, ഒരു വാട്സാപ്പ് ചാനലുണ്ട്. ഈ ഡിപ്രഷനുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ദിവസവും പോസ്റ്റ് അതിനകത്ത് പോകുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു 16 വാട്സാപ്പ് ചാനൽ എന്ന് പുള്ളിക്കാരിക്ക് തന്നെ ഉണ്ട്. അറിയില്ല, ആർക്കും അറിയില്ല അതാണെന്ന്. പക്ഷെ ഞാൻ ചാനലിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. പക്ഷെ ആൾക്കാർ അറിഞ്ഞ് ജോയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കറക്റ്റ് എത്ര നമ്പർ ഓർമ്മ, എനിക്ക് 3000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവരുണ്ട്. വാട്സാപ്പ് ചാനൽ ഇപ്പോൾ തുടങ്ങിയല്ലോ. അപ്പൊ എല്ലാ ദിവസവും ഒരു പോസ്റ്റ് അതിനകത്ത് ഇടും. പോസ്റ്റ് ഇടും. അതുപോലെ നീറ്റ് പിള്ളേർക്ക് വേണ്ടിയുള്ള വാട്സാപ്പ് ചാനലുണ്ട്. നമ്മൾ എൻ്റെ പഠിച്ചുള്ള നിമോണിക്സും ബ്രദറിന്റെ നിമോണിക്സും ഒക്കെ അതിനകത്ത് ഇടാറുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പറ്റുന്ന രീതിയിൽ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ബ്രേക്ക് ചെയ്ത് വേറൊരു കാര്യം ചോദിച്ചത്, പെട്ടെന്ന് ബ്രദറിന്റെ പഠിത്തം പെട്ടെന്ന് എന്റെ മൈൻഡ് ഇറ്റ് വാണ്ടഡ് ഓഫ്. അതായത് അധികം ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യം ഉണ്ടാവാം. അതായത് ഡോക്ടർ ഡാനിഷ് എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന 2 സൂപ്പർ സ്റ്റാർസിന്റെ കസിൻ ആണ് അല്ലെ, നസ്രിയുടെ കസിൻ ആണ്. അപ്പം ഈ നസ്രിയ ഫഹദ് അവരൊക്കെ ഇങ്ങനത്തെ ഈ ചാനൽ കാണാറുണ്ടോ? വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 4ാമത്തെ വീഡിയോ എന്തോ ആയ സമയത്താണ് നസ്രിയ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ നസ്രി വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നസ്രി ഒരു വീഡിയോ എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. നസ്രി തന്നെ ചെയ്ത അവള് ഇത് സപ്പോർട്ട് ചെയ്യണം, ഇതിനകത്ത് ധാരാളം ഹെൽത്ത് ടിപ്സ് വരും, എനിക്ക് പേഴ്സണലി അറിയാന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അതിനുശേഷം ഫഹദിനെ കാണുന്ന സമയത്ത് എപ്പോഴും പറയും, ഷാനു കാണുന്ന സമയത്ത് പറയും നല്ല വീഡിയോസ് ആണ് കാണാറുണ്ട്. അതുപോലെ എന്റെ TV-യിൽ വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ ഏഷ്യാനെറ്റിലൊക്കെ വരുന്ന സമയത്ത് ഫഹദ് എപ്പോഴും കാണാറുണ്ട്. എനിക്ക് അപ്പൊ തന്നെ മെസ്സേജ് അയക്കും. ഞാൻ ഇന്നലെയും മെസ്സേജ് അയച്ചായിരുന്നു ഫഹദായിട്ട്. ഈ സ്റ്റാർ എൻക്വയറീസ് ഒക്കെ വരാറുണ്ടോ? അതുപോലെ അവിടുന്ന് റെഫറൻസ് ഒക്കെ ധാരാളം വരുന്നു. ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഈ എടുത്തു പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. പേര് പറയാൻ വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റാർസ് ഒത്തിരി പേരുണ്ട്. വലിയ ടോപ്പ് സ്റ്റാർസ് അല്ല, എന്നാലും അത്യാവശ്യം മെയിൻ ആക്ടേഴ്സ് തന്നെ നമ്മുടെ ചോദിക്കുന്നതിൽ ഒത്തിരി പേരുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഹെൽത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ഫാറ്റ് ഡയറ്റ്സ് വരും ഇല്ലേ, പിന്നെ അത് വന്നതുപോലെ പോകും. അതിൽ ചിലപ്പോൾ ഹെൽത്തിൽ തന്നെ പല ഈ ഹെൽത്ത് ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ചില മിസ്കോൺസെപ്ഷൻസ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതുപോലെ അത് പിന്നെ അത് അല്ലാതെ തിരിച്ചറിയും. ഇപ്പൊ ഈ റീസെന്റ് അങ്ങനെ ഉള്ള എന്തെങ്കിലും അങ്ങനത്തെ ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ടോ? ധാരാളം ഉണ്ട്. ഇപ്പൊ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു, എനിക്ക് തോന്നുന്നത് 320K ഷെയർസ് ഉണ്ട് ആ വീഡിയോയ്ക്ക്. അപ്പം ഞാൻ ഉടനെ തന്നെ ചെയ്തു വീഡിയോ. പക്ഷെ നമ്മുടെ വീഡിയോ അത്ര റീച്ച് വരണമെന്നില്ല. കാരണം ഒരു ഫാക്ട് പറയുന്ന പോലെ കള്ളം പ്രചരിക്കാൻ വളരെ ഫാസ്റ്റ് ആണ്.
വളരെ പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരു കല്ലെടുത്ത് തലയിൽ വെച്ചിട്ട് തലവേദന മാറുമെന്ന് പറഞ്ഞൊരു 2 വീഡിയോ ചെയ്ത് അയാളുടെ റിവ്യൂ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ 500K ഷെയർ ഉറപ്പാണ്. പക്ഷെ അത് തിരിച്ചു പറയുമ്പോൾ നമ്മൾ ചെരിപ്പെട്ട് വരുമ്പോഴത്തേക്ക് കള്ളം ചുറ്റി ഭൂമി ചുറ്റി എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അതുപോലെയാണ് വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ ലേറ്റ് ആണ്. പക്ഷെ ബാക്കിയുള്ളത് വിശ്വസിക്കാനാണ് ആൾക്കാർക്ക് നല്ലത്. മരുന്നില്ലാതെ എങ്ങനെയെങ്കിലും അസുഖം മാറ്റാം, കുറുക്ക് വഴികൾ ചിലതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ശാസ്ത്രീയമായ തെളിവുകളുള്ള സാധനങ്ങൾ വിശ്വസിക്കുക. അപ്പൊ എന്റെ എപ്പോഴും അഡ്വൈസ്, ഇത്രമാത്രം ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറെ, ഇപ്പൊ ഞാൻ തന്നെ ആവണമെന്നില്ല, അത് ഏതെങ്കിലും ഒരു ഡോക്ടറെ വിശ്വസിക്കുക. ആ ഡോക്ടറെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം പണ്ട് മുതലേ. അടുത്തത് ശരിക്കും ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത്, അതായത് ഇപ്പൊ ഡയറ്റ് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഡയറ്റ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരു 100 ഡയറ്റ് കിട്ടാനുണ്ട്. ഇതില് ഷുഗറിനെ റിവേഴ്സ് ചെയ്യാനുള്ള ഡയറ്റോ, അതായത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഏതിൽ കാണുമ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? അതൊരു മേജർ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ പ്രോട്ടീൻ എന്താ കൂടുതലായി കഴിക്കും വേണം. ഇപ്പൊ പല മേജർ ഫുഡിലും പ്രോട്ടീൻ കിട്ടുന്നില്ല. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നുണ്ട്? ഷുഗറിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാനുള്ള ഡയറ്റ് പ്ലാൻ ഉണ്ട്. പക്ഷെ ആദ്യം തന്നെ ഷുഗർ കണ്ടുപിടിക്കണം. നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ട്, ഇപ്പോൾ 2 years 3 years 4 years ഒക്കെ കഴിഞ്ഞ് ഓൾറെഡി കിഡ്നിയൊക്കെ ഇൻവോൾവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യമേ കണ്ടെത്തിയാൽ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് മാനേജ്മെന്റും ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. നമ്മളൊരു പ്ലേറ്റിനെ 4 ഡിവൈഡ് ചെയ്യുക. 4 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചോറ് എടുക്കുമ്പോൾ നടുക്ക് മാത്രം കൂന് കൂട്ടിയിട്ടിട്ട് തോരനൊക്കെ സൈഡിലാണ് വയ്ക്കും. അതിന് പകരം നമ്മൾ ഒരു പ്ലേറ്റിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷൻ ചോറ് എടുക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി എടുക്കുക. മറ്റേ പോർഷൻ പ്രോട്ടീൻ ആയിരിക്കണം. പ്രോട്ടീനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പങ്ങ് കുറയും. സ്റ്റാർട്ടിങ് പ്രോട്ടീനിൽ ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം, ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം, പറ്റുമെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും ഡയറി പ്രൊഡക്റ്റും കൂടെ കഴിച്ചാൽ നല്ലതാണ് ഫാറ്റിന് വേണ്ടി. അപ്പൊ ഇതെല്ലാം കൂടെ ആണ് ഒരു കംപ്ലീറ്റ് മീൽ ഡയറ്റ്, ഒരു കംപ്ലീറ്റ് ബാലൻസ് ഡയറ്റുമാണ്. അത് കൂടാതെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനും പറ്റും. ഈ റിവേഴ്സൽ പറ്റും, ഡയബറ്റീസ് റിവേഴ്സൽ. അപ്പൊ ഡയബറ്റീസ് നമ്മൾ ആദ്യം പ്രോട്ടീനിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുമ്പ് ഞാൻ പറയുന്നത് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രോട്ടീനിൽ ആഹാരം സ്റ്റാർട്ട് ചെയ്യും. മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ നമുക്ക് പയർ പുഴുങ്ങിയതോ പയർ മുളപ്പിച്ചതൊക്കെ അല്ലെങ്കിൽ കടല ഉള്ള സാധനങ്ങൾ ആദ്യം കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് ഉൾപ്പെടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആളുകൾ വളരെ കൊച്ചു ഡയറ്റ് ചെയ്യുക. അധികം കഴിക്കരുത്, വയറ് ഫുള്ള് കഴിക്കാതെ ഒന്ന് കഴിച്ചതിന് ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കഴിക്കുക, പിന്നെ ഒരു 3 മണിക്കൂർ, അങ്ങനെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാം. അതിനോടൊപ്പം നമ്മൾ വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കണം. നല്ലവണ്ണം വ്യായാമം ഒരു 30 മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഷുഗർ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആൾക്കാർ വന്ന് ഇരുന്ന് പലപ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇതിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും അബ്സേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈശ്വരി, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഇത്രയ്ക്കും ബോധം അറിയില്ലേ എന്നൊക്കെ തോന്നിയൊരു മൊമെന്റ്. ഡോക്ടറാണെന്ന് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ. ഡോക്ടറാണ് ഞാൻ പണ്ട് ഇത്രയും പറഞ്ഞിട്ടും ഡോക്ടറാണോ? ഞാൻ ഒരു 4.5 വർഷമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് 14 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കണ്ടാ പ്രായം തോന്നാത്തതുകൊണ്ട് ആൾക്കാർ ചോദിക്കും, എന്താണ് ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവൻ ആരാ എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കല്യാണം ആലോചിക്കാൻ അങ്ങനെ ആൾക്കാരുണ്ട്. 10 വർഷമായി ഇടയ്ക്ക് മോള് അതുകൊണ്ടാണ് കേട്ടുന്നത്. അത് ഡോക്ടർ വിചാരിക്കും ഡോക്ടറെ കയറ്റി ഇരുത്തുന്നതാണെന്ന്, പക്ഷെ അതല്ല, നൈസായിട്ട് കയറ്റി വിടുന്നതാണ് ആൾ ഉണ്ടെന്ന് അറിയിക്കാൻ അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് അത് ചോദിക്കട്ടെ, ഹൗ ഡു യു ഗൈസ് സ്റ്റേ സോ യങ്? എല്ലാ ദിവസവും ജിമ്മിൽ പോകും. ആഴ്ചയിൽ 5 ദിവസം പോകാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് പോകാറില്ല. ഇപ്പൊ വീടിന്റെ തിരക്കും കുറച്ച് നാളായിട്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും പോകും. പിന്നെ 3 നേരത്തും കഴിക്കില്ല, 2 നേരവും. പിന്നെ ഫ്രൂട്ട്സ് ആണ് മെയിൻ. 2 നേരമാണ് ആഹാരം കഴിക്കുന്നത്. വെള്ളം നല്ലോണം കുടിക്കും. വെള്ളം ഒരു 3 ലിറ്റർ എല്ലാ ദിവസവും കുടിക്കാറുണ്ട്. അതാണ് ഈ ഐ ബാഗ്സ് ഒന്നും ഇല്ലാത്തതിന്റെ സ്പെഷ്യാലിറ്റി. ഐ വാസ് ലുക്കിംഗ്, കാര്യം പൊതുവെ ഇത്രയും നേരം എഴുതിയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഐ ബാഗ്സ് ഉണ്ടാവണം അല്ലേ? ബോത്ത് ഓഫ് യു രണ്ടുപേരും ലുക്കിംഗ് സോ ഫ്രഷ് ആൻഡ് ലൈക്ക് അലൈവ്. അത് ഇതിന്റെ ആണോ, ഈ ഒരു ഫുഡ് ഹാബിറ്റ്സിന്റെ തന്നെയാണോ? നമുക്ക് ആക്ച്വലി ഒരു വിഷമിക്കാനുള്ള സമയമില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. അത് ശരിക്കും ഒരു ട്രിക്ക് ആണോ? അതായത് നമ്മള് എപ്പോഴും കീപ് യു ഒക്കുപൈഡ്, അപ്പൊ നമ്മൾ ഒരിക്കലും വേണ്ട കാര്യം ചിന്തിക്കില്ല. ഹൈലി ഒക്കുപൈഡ്. ഞാൻ ആക്ച്വലി ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പൊ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ കുറെ പൊതുപ്രവർത്തനമൊക്കെ ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇവള് അബുദാബിയിലോട്ട് പോയി, ഞാൻ പോവുകയും ചെയ്തു. അപ്പം പുള്ളിക്കാരി വിചാരിച്ചു ഞാൻ അവിടെ എത്തുമ്പോഴെങ്കിലും കുറച്ച് സമയം കിട്ടും. സ്വഭാവം ഇതായതുകൊണ്ട് ഇപ്പൊ എനിക്ക് 4-5 ചാനലും ഉണ്ട്. പിന്നെ ഇത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 ഇടത്തുണ്ട്. അപ്പൊ അത്യാവശ്യം കൂടുതൽ തിരക്കായി. മനസ്സിലായി, എവിടെ പോയാലും ഇതാണ് അവസ്ഥ, ബ്ലഡിലുള്ളതാണെന്ന് മനസ്സിലായി. ഇത് ചോദിക്കട്ടെ, എങ്ങനെയാണ് ലൈക്ക് ഹൗ ഡിഡ് യു ഗൈസ് ഗോട്ട് കമ്മിറ്റഡ്?
പ്രണയ വിവാഹമായിരുന്നു അത് ടോട്ടൽ അറേഞ്ച് മാരേജ് ആണ്? ടോട്ടൽ അറേഞ്ച്മെന്റ്. എനിക്ക് MBBS കഴിഞ്ഞ സമയത്ത് ഇവരുടെ അലയൻസ് ഒരെണ്ണം വന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ അലയൻസ് തന്നെ വന്നു. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മള് മാരേജ് ആയി. വാട്ട് കൈൻഡ് ഓഫ് ഹസ്ബൻഡ് ഈസ് ഹി? നമ്മൾ എല്ലാരും കാണുന്നത് വളരെ സീരിയസ് ആയി, വളരെ ഇൻഫോർമേറ്റീവ് ആയി അങ്ങനെ നിൽക്കുന്ന ഒരാളെയാണ് അല്ലെ, ഭയങ്കര ഒരു വിഷണറി എന്നൊക്കെ ഉള്ള രീതിയിലുള്ളതാണ് നമ്മൾ കാണുന്നത്. വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഈസ് ഹി അറ്റ് ഹോം? ഫണ്ണാണോ? അച്ഛൻ നല്ല രീതിയിൽ എങ്ങനെയാണ്? ഫണ്ണാണ്, ഭയങ്കര നല്ലൊരു ഫാദർ ആണ്. മോളുടെ കാര്യത്തിൽ എന്നെക്കാളും കൂടുതൽ ആള് ശ്രദ്ധിക്കുന്നുണ്ട്. ഓൾദോ ഇത്രയും ബിസി ആണെങ്കിലും കുറച്ചും കൂടെ സമയം ഫ്രീ ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് ബെറ്റർ. പക്ഷെ ദിസ് ഈസ് ഓക്കെ. എങ്ങനെയാണ് സിനിമകളൊക്കെ കാണാൻ പോവാറുണ്ടോ? പണ്ട് സിനിമ നല്ലോണം കാണുമായിരുന്നു. ഇപ്പം തിരക്കാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സിനിമകളൊന്നും കണ്ടിട്ടില്ല. ആവേശമാണ് അവസാനം കണ്ടത്. ഓക്കെ, ഓഫ് കോഴ്സ് ഫാമിലി എന്ത് പറഞ്ഞു അത് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം. കാര്യം നമുക്ക് എല്ലാവർക്കും രംഗണ്ണൻ എന്ന് പറഞ്ഞത് ഒരു എപ്പിക് ക്യാരക്ടർ ആയിട്ട് മാറി. ബട്ട് 4 ഇയേഴ്സിലേക്കായി ഷാനു എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്ന ഞാൻ വിളിച്ചിരുന്നു. ഷാനുനോട് ഞാൻ പറഞ്ഞു ഭയങ്കര സൂപ്പർ ആയിരുന്നു, ഭയങ്കര എന്താ പറഞ്ഞ ഡൗൺ ടു എർത്ത് പറഞ്ഞു. ആണോ നല്ലായിരുന്നു എന്റെ അടുത്ത് ചോദിക്കുക ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അമ്മ ഇഷ്ടപ്പെട്ടു, നല്ലായിരുന്നു, സൂപ്പർ ആണെന്ന് പറഞ്ഞു. പുള്ളി പക്ഷെ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട് ആ പടം. ഒരു ഡിഫറെന്റ് ക്യാരക്ടറോട്ട് മാറാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് പുള്ളി പറഞ്ഞു നല്ലോണം പാടുപെട്ടു. കാരണം ഒരു കണ്ടാലറിയാലോ പടം കംപ്ലീറ്റ്ലി വേറൊരു ക്യാരക്ടറായിട്ട് മാറി. അപ്പൊ അതിനുവേണ്ടി നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു പുഷ്പയുടെ സെക്കൻഡിന് വേണ്ടി ഹൈദരാബാദാണ്. അപ്പൊ അതിന്റെയും ഹെക്ടിക് ഷെഡ്യൂളിലാണ്. അതിന്റെ ഈ ഇടയ്ക്ക് ഇപ്പൊ ഒരു ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു റീൽ ഉണ്ട്, അതുകൂടെ നമുക്ക് നടത്താം. അതായത് ഒരാള് 2 കപ്പിൾ ഉണ്ട്, 2 പേരുണ്ട്. അതിൽ വൺ ഓഫ് ദ കപ്പിൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, മറ്റേ ആള് എല്ലാം ജങ്ക് മീറ്റ് ചെയ്യാണ്. അപ്പൊ ഇയാളെ പറയുന്നതും സൂക്ഷിക്കാൻ പറയുന്നതും ഒക്കെ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആളാണ്. ബട്ട് ഓൺ ദ വേ ദേ ഗെറ്റ്സ് ഇറ്റ്, മരിച്ചു പോവാണ് എന്നുള്ളൊരു സാധനം. അപ്പം എന്തിനാണ് ഇതൊക്കെ ബോധനേണ്ടത്? നാളെ വേണമെങ്കിൽ നമുക്ക് മരിക്കാലോ, അപ്പൊ ഇപ്പോഴേ നമുക്ക് ഇൻഡൾജ് ചെയ്തൂടെ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ടല്ലോ. അപ്പം അതിനെ എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് ബിഫോർ വി വൈൻഡ് അപ്പ്, അതായത് 90% ആൾക്കാരും ഇതേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരു അസുഖം വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ കൺസെപ്റ്റ്. എൻ്റെ കൺസെപ്റ്റ് പ്രിവെൻഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രിവെന്റ് ചെയ്താണ് ഒരു ബിൽഡിംഗ് ക്രാക്ക് ഉണ്ടാവുന്നതിന് മുമ്പ് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് ക്രാക്ക് നമുക്ക് കാണാം. അപ്പോൾ അതേ രീതിയിൽ അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. അത് എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 80 വയസ്സാകുമ്പോഴും നമുക്ക് ആരുടെയും സഹായമില്ലാതെ ഒരു കട്ടിൽ നിന്ന് എഴുന്നേക്കാനും സ്റ്റെപ്പ് കയറാനും പറ്റണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഞാൻ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ബെറ്റർ ലൈഫാണ്. അപ്പോൾ അത് ഹെൽത്ത് മാത്രമല്ല, അത് മെൻ്റൽ വെൽബീയിങ് കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് സ്റ്റെപ്പ് കയറുമ്പോഴും അപ്പോൾ കാലിനുള്ള എക്സസൈസ് നിർബന്ധമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഹെൽത്തി ആയിട്ട് ഒരു 80 വയസ്സ് വരെ പരസഹായമില്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. നമുക്കൊരു കിടപ്പിലാവുന്നത് പോലല്ല, അത് ഹാപ്പി അല്ല, അവിടെ വിഷമിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു ലാസ്റ്റ് റൈസയുടെ കാര്യം. റൈസ ഡോഗ് സ്റ്റേയിലേക്ക് ഫുള്ളി ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ബുജ്ഗലി അല്ലെ, അതുപോലത്തെ ഒരു വലിയ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് മാറി പുതിയൊരു സാധനത്തിലേക്ക് തുടങ്ങുമ്പോൾ ഡോഗ് സ്റ്റാർ, അപ്പൊ അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു കൺവിക്ഷൻ വേണം ഉണ്ടാവുമല്ലോ. അപ്പം എന്തായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ഗൈഡിങ് ഫോഴ്സ് എന്തായിരുന്നു? നമ്മൾ ആക്ച്വലി ഇതിനു മുമ്പും ലൈക്ക് നാട്ടിലായിരുന്നപ്പോൾ ഇത്രയും വർഷം കുറേ വർഷം ഒരു മാസ് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. സോ വാസ് നത്തിങ് ന്യൂ. ലൈക്ക് ഓൺലി തിങ് പുതിയൊരു സ്ഥലത്താണ്, പുതിയൊരു ഓഡിയൻസ് ആണ്, അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ ചാനലിലൂടെ പഠിപ്പിക്കുന്ന അല്ലാതെ റിയൽ ലൈഫ് നമ്മൾ മെഡിക്കൽ ട്രെയിനിങ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക എന്നതായിരുന്നു ഒരു ഐഡിയ. അത് എക്സ്പാൻഡ് ചെയ്തു എന്ന് മാത്രമേ നമ്മളുള്ളൂ. അപ്പോൾ ഒരു ഓൺലൈൻ പ്രസൻസ് വേണം, ഓഫ്ലൈൻ പ്രസൻസ് വേണം, കോർപ്പറേറ്റ് ട്രെയിനിങ്സ് വേണം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെറും മെഡിക്കൽ അല്ല, മെഡിക്കൽ ഉണ്ട്, പിന്നെ IT ട്രെയിനിങ്സ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്, ഇപ്പം പിന്നെ AI റോബോട്ടിക്സ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മളല്ല, വി ഹാവ് എ ബിഗ് ടീം. ലൈക്ക് ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഇപ്പം തന്നെ ലൈക്ക് കോർപ്പറേറ്റും ലൈക്ക് അല്ലാതെ പബ്ലിക്കും ഓൾമോസ്റ്റ് ലൈക്ക് 130,000 മേളിലുള്ള ആൾക്കാർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ആൻഡ് GCC കൺട്രീസ് മിക്സ്ഡ് ആയിട്ട്. സോ ഇറ്റ് ഷുഡ് എക്സ്പാൻഡ്. ദൈവം അനുഗ്രഹിച്ച് ഇനിയും കൂടുതൽ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗ് സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറും. അപ്പോൾ 8ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള എളുപ്പമായിട്ട് പഠിക്കാൻ, ഞാൻ പറയട്ടെ, പലതും നമ്മൾ കാണാതെ പഠിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ല പാൻസിൻ്റെ പോലെ തന്നെ ഇപ്പം ലൈവ് വാക്സിൻ ഓർത്തിരിക്കാൻ വളരെ ലൈവ് വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് എടുക്കുന്ന കുത്തിവെപ്പാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നിമോണിക്ക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം മറക്കില്ല. നമ്മൾ ഉറക്കത്തിൽ തട്ടി എണീച്ചാലും വളരെ വേഗത്തിൽ ഉത്തരം പറയാൻ പറ്റും, കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെയാണ് ഞാൻ പലതും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ എൻ്റെ ഇൻസ്ട്രക്ടേഴ്സിനും സ്ഥിരമായിട്ടിരുന്ന്, എൻ്റെ ബ്രദറും ഞാനും കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇങ്ങനെ വേണം നിങ്ങൾ പഠിപ്പിക്കാൻ.
പഠിക്കാൻ. കാരണം സാധാരണ ഒരു പഠന രീതി അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അത് ഓർത്തിരിക്കാൻ വേണ്ടി ബ്രെയിനിന് സ്ട്രെയിൻ ഇല്ലാതെ എങ്ങനെ പഠിക്കാം. അപ്പൊ ഇനി ഡോക്ടർ അതൊരു വൺ ഹ്യൂജ് ഹിറ്റ് ആയി മാറട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ബിക്കോസ് ലൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പല കാര്യങ്ങൾ പോലും ഇത് വളരെ സോഷ്യൽ കോസ് ഉള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. സോ വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇടയിലുള്ള ഈ സ്നേഹം സന്തോഷം ഇതൊക്കെ എല്ലാ കാലവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് us once again. Thank you. അവതരിപ്പിക്കുന്നു പെപ്സോണം പൊന്നോണം ഓഫർ പെപ്സ് ദി ഡ്രീം മേക്കേഴ്സ്.